കഴിഞ്ഞ ദിവസം ഞാൻ താഴെ ആമ്പൽ പറിക്കാൻ പോയ കൂട്ടത്തിൽ കണ്ടു വച്ചിട്ട് വന്നതായിരുന്നു നമ്മുടെ ഈ കിലുക്കാമ്പെട്ടി ചെടിയെ. നമ്മുടെ ഈ കിലുക്കാമ്പെട്ടി ചെടിയിൽ ബട്ടർഫ്ലൈസ് ഒരുപാട് വന്നിരിക്കുമെന്നും ഇതിൻ്റെ നീര് ബട്ടർഫ്ലൈസിന് ഒരുപാട് ഇഷ്ടമാണെന്ന് ഞാൻ യൂട്യൂബിൽ കണ്ടാണ് അറിഞ്ഞത് കേട്ടോ. ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിരുന്നു നമ്മുടെ ഈ ബട്ടർഫ്ലൈ ചെടിയിൽ പൂമ്പാറ്റകൾ ഒരുപാട് വന്നിരിക്കുന്നതും തേൻ കുടിക്കുന്നതൊക്കെ. അപ്പം അതേപോലെ നമ്മുടെ മുറ്റത്തും ബട്ടർഫ്ലൈസ് ഒരുപാട് വേണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ഈ ചെടി അങ്ങ് പൊക്കി. ഈ ചെടികൾ മാത്രം നട്ട് വളർത്തിയെന്നും പറഞ്ഞ് ബട്ടർഫ്ലൈസ് ഒന്നും നമ്മുടെ മുറ്റത്ത് വരില്ല കേട്ടോ. ബട്ടർഫ്ലൈസിനെ ആകർഷിക്കാനുള്ള പൂക്കളുള്ള ചെടികൾ നമ്മൾ നട്ട് വളർത്തണം. ആ പൂക്കൾ കണ്ട് ബട്ടർഫ്ലൈസ് നമ്മുടെ മുറ്റത്തെത്തും. ആ കൂട്ടത്തിൽ ഇയാളെ കാണും. ഇയാളുടെ നീര് ബട്ടർഫ്ലൈസിന് വലിയ ഇഷ്ടമാണെന്നാണ് ഞാൻ യൂട്യൂബിലൊക്കെ കേട്ടത്. ആ നീര് കുടിച്ച് ഈ കിറങ്ങിയിരിക്കില്ലേ, ആ ഒരവസ്ഥയിൽ ബട്ടർഫ്ലൈസ് ഇതിൻ്റെ വട്ടത്തിൽ അങ്ങ് നിന്നോളും. അങ്ങനെയൊക്കെയാണ് ഞാൻ യൂട്യൂബിൽ കേട്ട കഥ. അപ്പോഴേ ഞാൻ താഴേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഉമ്മ രണ്ടും കൂടാറുണ്ട്. ആ കൂട്ടത്തിൽ ഇയാൾ ചള്ളക്കത്തുനിന്ന് വീണ് അതിനെ കരഞ്ഞുകൊണ്ടാണ് തിരിച്ച് വീട്ടിൽ വന്നത്. അപ്പോൾ തന്നെ നമ്മൾ കിട്ടിയ പ്ലാന്റൊക്കെ കൊണ്ടുവന്ന് ചട്ടിയിലാണ് നട്ട് കൊടുത്തത്. ചെടിയൊക്കെ നട്ട് വന്നപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആണെങ്കിൽ ഈ പ്ലാന്റിൽ കുറച്ച് കിലുക്കാമ്പെട്ടി അതിൻ്റെ കായൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അത് നിൽക്കുമ്പോഴേ ഇതിൻ്റെ കമ്പൊക്കെ ഭാരം കൊണ്ട് താഴേക്ക് ഇങ്ങനെ വളഞ്ഞു പോകുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതിനെ എടുത്ത് തണൽ കിട്ടുന്ന ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇതൊന്ന് വളർന്നിട്ട് വേണം എനിക്ക് മുറ്റം നിറയെ ബട്ടർഫ്ലൈസിനെ വരുത്താൻ. ഇതൊന്ന് വളർത്തിയെടുത്ത് മുറ്റം നിറയെ ബട്ടർഫ്ലൈസിനെ വരുത്തിയിട്ട് അതൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അത് വരുത്തിയൊക്കെ ഞാൻ ടാറ്റ പറയുവാണേ.